നമസ്കാരം. മെയ് മാസത്തിൽ നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. 3 മാസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും രാജ്യ തലസ്ഥാനം ഇതുവരെ കാണാത്ത പ്രതിഷേധങ്ങൾക്കും മുന്നിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പ്രതിഷേധങ്ങളോട് മർക്കട മുഷ്ടി കാട്ടിയിരുന്ന മോദി ഭരണകൂടത്തിന് യുവജന രോഷത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നതും പ്രതിപക്ഷ പാർട്ടികൾക്ക് ബദലായി ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരുന്നതും രാജ്യം ദർശിച്ചു. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ ഒരു ഭരണകൂട അട്ടിമറിയിലേക്ക് ഈ പ്രതിഷേധം ഉയർത്തുമോ എന്ന സന്ദേഹമുള്ളവരുണ്ടായിരുന്നു. സമരത്തിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം ഇതിനുള്ളിലെ അന്തർനാടകങ്ങളാണ് പൊളിറ്റിക്കൽ ഡെസ്ക് പരിശോധിക്കുന്നത്. പൊതുവെ എതിർ സ്വരങ്ങളോട് വിമുഖത കാട്ടുന്നവരും ഭരണകൂട താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മധ്യവർത്തി കുടുംബങ്ങളിലെ കുട്ടികളായിരുന്നു നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടിന്റെ ഇരകൾ. 20ഓളം കുട്ടികൾ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ആദ്യം പകച്ചുപോയെങ്കിലും കേന്ദ്ര സർക്കാർ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും പരീക്ഷ വീണ്ടും നടത്തുകയും ചെയ്തു. ഇടത് യുവജന സംഘടനകളുടെ ചില പ്രതിഷേധ പരിപാടികൾ ഒഴിച്ചാൽ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഇരകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇത് മോദി ഭരണകൂടത്തിന് ചില്ലറ ആശ്വാസമല്ല നൽകിയത്, എങ്കിലും കനലുകൾ അണയാതെ കിടന്നു. ചീഫ് ജസ്റ്റിസിന്റെ പാറ്റ പരാമർശത്തോടെ കനലുകളിൽ തീജ്വാല ഉയരാൻ തുടങ്ങിയതോടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ അവതരണം. യുഎസിൽ താമസിക്കുന്ന അഭിജിത് ദീപ് കെ എന്ന ചെറുപ്പക്കാരൻ മധ്യവർഗ കുടുംബങ്ങളുടെയും യുവാക്കളുടെയും മിശിഹയായി അവതരിച്ചു. മെയ് മാസത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ തിരക്കുകളിലായിരുന്ന കോൺഗ്രസ് രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രതിഷേധാഗ്നി കാണാതെ പോയി. CJP ആരംഭിച്ച സമരം വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയും ഭരണകൂടം ചർച്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്ത ശേഷമാണ് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് കോൺഗ്രസ് രംഗപ്രവേശം ചെയ്തത്. അതുവരെ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ട കോൺഗ്രസ് അവസാന ലാപ്പിൽ MP-മാരെയും മുഖ്യമന്ത്രിമാരെയും ഇറക്കി ഒരു ഇളക്കമുണ്ടാക്കിയെങ്കിലും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. സ്ഥിരം സമരവേദികൾ വിട്ട് പ്രധാനമന്ത്രിയുടെ വസതി ലക്ഷ്യമാക്കി നീങ്ങിയ കോൺഗ്രസ് മാർച്ച് ഒരു അട്ടിമറി ശ്രമം എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ടു. CJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് സമര നേതൃത്വം മാറുന്നതിന്റെ അപകടം മനസ്സിലാക്കിയ മോദി ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് സമരത്തിന്റെ കുന്തമുന തിരിയുന്നതിന് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ കുരുതി കൊടുത്ത് സർക്കാർ സംഭവം വരുതിയിലാക്കി. ഡൽഹിയിലെ പാറ്റ വിപ്ലവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടത് BJP മാത്രമാണ്. പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളിൽ കുടുങ്ങിക്കിടക്കുന്ന കോൺഗ്രസിന് CJP പോലെയുള്ള വേഗമേറിയ കൂട്ടായ്മകളുടെ സ്വാധീനം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ കുറിച്ചും ഇന്ത്യയിലെ മധ്യവർഗ യുവജനതയുടെ നിലപാടുകളെ കുറിച്ചും ഗ്രഹപാഠം ചെയ്യാനുള്ള അവസരം മോദി സർക്കാരിന് ലഭിച്ചു. ഇതിനെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മോദി ഭരണകൂടത്തിന്റെയും ഭാവി നിശ്ചയിക്കുന്നത്. ജനങ്ങളുടെ മുന്നേ നടക്കുന്നതിന് പകരം ജനങ്ങൾ തുടങ്ങിവെച്ച സമരങ്ങൾക്ക് പിന്നാലെ പായുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാകും. നന്ദി, നമസ്കാരം.